നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ആറാമത്തെയും അവസാനത്തെയും വിദേശ താരത്തെ സൈൻ ചെയ്യുന്നു. അലാദീൻ അജ്റായി എന്ന് പറയുന്നിട്ടുള്ള ഒരു മൊറോക്കൻ സെൻട്രൽ ഫോർവേഡിനെയാണ് സൈൻ ചെയ്യുന്നത്. 31 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത് മൊറോക്കോയിൽ തന്നെയാണ്. ഒരു സീസണിൽ അദ്ദേഹം ഖത്തറിൽ കളിച്ചിട്ടുണ്ട്. ഒരു ഖത്തർ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായിട്ടുള്ള മൊറാത്ത എസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിൽ അദ്ദേഹം കളിച്ചിട്ടുള്ള വർഷം അവർ ഖത്തർ സ്റ്റാർസ് ലീഗിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 1+1 ഇയർ കോൺട്രാക്റ്റിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു താരത്തെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ടോം ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറെ നിലനിർത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് വാർത്തകളുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഇപ്പം പെട്രോ ബെനാലി കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. അവർക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് യൂറോപ്പിൽ ഫാമിലിക്കൊപ്പം ഒക്കെ സ്റ്റേ ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യം. അതുകൊണ്ടാണ് പിന്നീട് നടക്കാതെ പോയത്. എന്താണെങ്കിലും വെരി നെക്സ്റ്റ് ഡേ അവരാര് സൈനിങ് നടത്തുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഗുർഗോയുണ്ട്, അതുപോലെ ബെമ്മാമറുണ്ട്, 2 മൊറോക്കൻ താരങ്ങൾ ഓൾറെഡി ഉണ്ട്. മറ്റൊരു മൊറോക്കൻ താരം എത്തുന്നു. അതായത് 6 വിദേശ താരങ്ങളിൽ 3 പേര് മൊറോക്കൻസ് ആണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല ഈ 2 താരങ്ങളും ഇദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് ആയിരുന്നു എന്നുള്ളതാണ്. ഒരാൾ ക്ലബ്ബിലും ഒരാൾ നാഷണൽ ടീമിലും ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ പെട്രോ ബെനാലിയും അദ്ദേഹത്തിന് സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് എന്നുള്ളതും അതിൻ്റെ ഒരു പ്രസ് റിലീസൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കറാണല്ലോ, ഒരു നമ്പർ നോക്കിയ സമയത്ത് സാധാരണ നോക്കുന്ന വെബ്സൈറ്റ്സിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഡിഫറെൻറ്റ് കണക്കുകളാണ്. പിന്നെ ഞാൻ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രസ് റിലീസ് വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. കാരണം 211 മത്സരങ്ങളിൽ നിന്ന് 143 ഗോൾ, അതൊരു വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സ്റ്റാറ്റാണല്ലോ ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ. സോ അത് ഒരു കൗതുകം ഉണർത്തി. അതുപോലെ തന്നെ അദ്ദേഹം ഖത്തർ ലീഗിൽ കളിക്കുന്ന സമയത്ത്, സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന സമയത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ തന്നെയായിരുന്നു ഇദ്ദേഹം. കാരണം 13 മത്സരങ്ങളിൽ നിന്ന് 11 ഗോൾ അദ്ദേഹം സ്കോർ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മൊറോക്കൻ ലീഗിലാണ് കളിച്ചത്. അവിടെ ഒരു 3 ഗോൾ 4 അസിസ്റ്റ് എന്ന് പറയുന്നൊരു നമ്പറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം എന്താണെങ്കിലും വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റ് തന്നെയാണ് കാണുന്നത്. ഇനി ഈ ഒരു 143 ഗോളാണോ ഗോൾ കോൺട്രിബ്യൂഷൻ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയതാണ്. കാരണം പലയിടത്തും പല കണക്കുകൾ കാണിക്കുന്നതുകൊണ്ടാണ്. എന്താണെങ്കിലും ഈ ഒരു സ്റ്റാറ്റ് നമ്പർ കണക്കാണെങ്കിൽ ISL കാണാൻ പോകുന്ന ഒരു അടിപൊളി സ്ട്രൈക്കറായി മാറാനും ഗോൾഡൻ ബൂട്ട് റേസ് വരെ വരാനുള്ള സാധ്യതയുണ്ട്. നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഒരു സൈനിങ് വന്നതോടുകൂടി ഒരു നല്ല ഒരു കോർ ഫോറിൻ സ്ട്രൈക്കേഴ്സ് അല്ലെ ഫോറിൻ താരങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി ഈസ്റ്റ് ബംഗാൾ ഒരു സൈനിങ് നടത്തുന്നു. എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു താരമാണ് ഹെക്ടർ യൂസ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ബാക്ക് താരം. കഴിഞ്ഞ വർഷം മോഹൻ ബഗാനിൽ കളിച്ച താരമാണ്. ഈ ഒരു താരത്തെ അവർ റൈവൽസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നു. 36 വയസ്സുകാരനായിട്ടുള്ള സെൻട്രൽ ബാക്ക് നല്ലൊരു എക്സലൻറ്റ് പെർഫോമൻസ് തന്നെയാണ് ലാസ്റ്റ് സീസണിൽ കാഴ്ചവെച്ചത്. നമുക്കറിയാലോ, ഷീൽഡ് വിൻ ചെയ്തിട്ടുള്ള ടീമിലെ ഒരു അംഗം കൂടിയാണ്. AFC എക്സ്പീരിയൻസ് ഉണ്ട്. സോ അടുത്ത തവണ വരുമ്പോഴത്തേക്ക്, ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്ക് ഈസ്റ്റ് ബംഗാളിന് ഒരു AFC ചലഞ്ചസ് ഉണ്ട്. അതിനോടൊപ്പം അവർ നല്ല വിദേശികളുടെ ഒരു റിക്രൂട്ടും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ റിക്രൂട്ടും ഒക്കെ നടന്നു. അതിനോടൊപ്പമാണ് റൈവൽസിൽ നിന്ന് തന്നെ ഒരു സൂപ്പർ താരത്തെ കൊണ്ടുവരുന്നത്. ഇദ്ദേഹത്തെ പറ്റി ഞാൻ മുമ്പ് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞതാണ്. ഈ പറഞ്ഞ ഒരു സെഗുണ്ട എക്സ്പീരിയൻസ്, സൈപ്രസ് ലീഗിൽ 100 മത്സരത്തിന് മുകളിൽ, സെഗുണ്ട 200 മത്സരത്തിന് മുകളിലാണ്. ഓൾസോ ISL എക്സ്പീരിയൻസ്, AFC എക്സ്പീരിയൻസ്. അങ്ങനെ ഒരു ഗുഡ് സൈനിങ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ്.